ഒരു അൺയൂഷ്വൽ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ടുഡേ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ ഡു ദിസ് വീഡിയോ. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട്. അഖിൽ മാരാർ 2020 വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും സഹകരിച്ചു പോകാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞാണ് അഖിൽ മാരാർ പാർട്ടി വിടുന്നത്. സാബു ജേക്കബിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ അഖിൽ ഉന്നയിക്കുന്നു. ഈ സ്വതന്ത്ര എല്ലാവർക്കും നമസ്കാരം. അഖിൽ മാരാർ ജിയുടെ ഒരു മൊട്ടം കോമഡി ഉണ്ട്. എന്റെ പൊന്നടവേ ഒത് മറുപടി ഇമാതിരി നിറം. നമുക്ക് അതിലോട്ട് വരാം. അതിനു മുന്നേ പേളിമാണിയുടെ ആ ഒരു വിഷയത്തിലോട്ട് വരാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ പേളിമാണി റീസെന്റ് ഏറിപ്പോയി. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറയാൻ, നമുക്ക് ഓരോ ദിവസം ഓരോ ഫോളോവേഴ്സ് കൂടുമ്പോൾ കൊള്ളാം, വളരെയധികം സന്തോഷമാണ്. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കണ്ടന്റ് ചെയ്തിട്ട് 10, 20, 30 ഫോളോവേഴ്സ് 40, 100 ഒക്കെ ഒരുമിച്ചൊക്കെ ഇറങ്ങി പോകാറുണ്ട്. ഇറങ്ങിപ്പോകുമ്പോൾ അയ്യോ ഇറങ്ങിപ്പോയി എന്ന് വിഷമം തോന്നാറുണ്ട്. ഓക്കെ, അത് ഫോളോവേഴ്സ് കയറിയും കുറഞ്ഞൊക്കെ നിൽക്കും. പിന്നെ ഈ 10, 100 ഒക്കെ പോകുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വിഷമം വരും. അപ്പോഴാണ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഒറ്റയടിക്ക് ഇറങ്ങി പോകുമ്പോൾ പേളിമാണിയുടെ അവസ്ഥ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ചിന്തിക്കാം. ലളിതമായിട്ട് തന്നെ നമുക്കൊന്ന് ഇന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വിഷമം മനസ്സിലാവും. അങ്ങനെ നിക്കക്കളിയില്ലാണ്ട് വീണ്ടും ലക്ഷങ്ങളോളം ഇറങ്ങി ഡെയിലി ഫോളോവേഴ്സ് കുറഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ പേളിമാണിക്ക് വേറെ വഴിയില്ല. അങ്ങനെ പേളി എന്ത് ചെയ്തു, നൈസായിട്ട് ഒരു അപ്പോളജി ഒക്കെ പറഞ്ഞ് അങ്ങും ഇങ്ങും ആ ഒരു സെറ്റപ്പിൽ സംഭവം എനിക്കൊരു തെറ്റ് പറ്റി, നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യണം, എന്നാൽ എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലാവും. പക്ഷെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ചുമ്മാ അങ്ങ് കയറ്റി പറഞ്ഞതല്ല, എന്തോ നല്ല പോലെ കുത്തി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ആ കുട്ടികൾ അവിടെ പോയി കിടന്ന് അടിയും തൊഴിയും ഒക്കെ കൊണ്ടത് ചെറിയൊരു കാര്യമില്ല. നിങ്ങളെല്ലാവരും നിർത്തി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കാം, നമുക്ക് എന്തിനാ അടിയും വഴക്കം, നമുക്ക് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിന്റെ കൊടി പറത്താം. ആ ഒരു സാധനം പറഞ്ഞപ്പോൾ അവിടെ കിടന്ന് അടി കൊണ്ട പിള്ളേരുടെ ആ ഒരു ജീവനും ഒന്നിനും ഒരു വിലയില്ലാത്ത പോലെ ആയിപ്പോയി പേളിയുടെ അന്നത്തെ വാക്കുകൾ. എന്നാൽ അതിനെ തുടർന്ന് മാസീവ് അൺഫോളോയിങ്ങും മാസീവ് നെഗറ്റീവും മെയിൻ സ്ട്രീം മീഡിയ അടക്കം ചർച്ച ചെയ്തു. അങ്ങനെ വന്നപ്പോൾ പേളിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി. ഇനി നിലനിൽക്കണം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിലനിൽക്കണമെങ്കിൽ ഞാൻ സോറി പറയണം, പറയാത്ത പക്ഷം എനിക്കിവിടെ ഇനി ഒരു നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞ പേളി അത് നൈസായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉള്ള കാര്യം, നല്ല കാര്യം. നമുക്കൊരു തെറ്റ് പറ്റി നമ്മൾ സോറി പറയുന്നത് നമ്മൾ അംഗീകരിക്കണം. ഓക്കെ, പറ്റിയ തെറ്റ് നമ്മൾ ഇപ്പോൾ പറ്റിപ്പോയി, ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കണം, അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ എവിടേക്കോ ഒരു സാധനം എനിക്കൊരു ഫീൽ അടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ സിബി ചേട്ടനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തെ പോലെ ഒരാളെയൊക്കെ പേളിക്ക് സത്യം പറഞ്ഞാൽ യോഗ്യതയില്ല അദ്ദേഹത്തെ പോലെ ഒരാളെയൊക്കെ പറയാൻ. എന്നാൽ പേളി പറയുന്നത് ഞാൻ അദ്ദേഹത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, മോനെ പറ്റിയാണ് പറഞ്ഞത്. മോനെ പറ്റി പറഞ്ഞപ്പോൾ മോനാണ് അച്ഛനിലോട്ട് വളച്ചൊടിച്ച് ആ ഒരു സെറ്റപ്പ് സാധനം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും അദ്ദേഹത്തെ പോലത്തെ ഒരു വ്യക്തിയൊന്നും ഒന്നും എന്ന് പുച്ഛിക്കാൻ പോലുമുള്ള യോഗ്യത പേളിക്കൊന്നും ഇല്ല. ആ സ്ഥിതിക്കാണ് ഇമാതിരി വാക്ക് പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഞാനും മനുഷ്യനാണ്, എനിക്കും ഇമോഷൻസ് ഒക്കെ വരും, ഞാൻ പറയും. ഓക്കെ, അതിപ്പോൾ ഞാനായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അല്ലാതെ ചുമ്മാ എടുത്തു ചാടി വായി തോന്നിയ കോതയ്ക്കവാട്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇതുപോലെ വന്നിരുന്ന് മെഴുകേണ്ട അവസ്ഥ ഉണ്ടാകും. എന്തായാലും പേളി മെഴുകിയട്ടെ. ഒരു അൺയൂഷ്വൽ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ടുഡേ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ ഡു ദിസ് വീഡിയോ. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്കുകൾ കൊണ്ടും. എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങൾ ആ ബോധം ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു അതൊക്കെ മറന്നെന്ന്. അത് ചില സമയത്ത് പണി കിട്ടുമ്പോഴും നമ്മൾ ഇടിച്ച് മുട്ടൂത്തനെ വീഴുമ്പോഴേ നമുക്ക് ആ ബോധം വരത്തുള്ളൂ. ഞാൻ ഇന്ന് ഈ നിലയിൽ ഇരിക്കുന്നതിന് കാരണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ 10 ആൾ അറിയുന്നതിന് കാരണം, എന്നെ 10 ആൾ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ കാരണം നിങ്ങളാണ്, ജനങ്ങളാണ് എന്നുള്ള ബോധം വരണമെങ്കിൽ ഒരു വീഴ്ച വരണം. അല്ലെങ്കിൽ നമുക്ക് നെകളിപ്പ് കയറി കുന്തളിപ്പ് കയറി നമ്മൾ തന്നെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇരിക്കും. പേളി, നിനക്ക് ഇത്രയും മാസീവ് അൺഫോളോ വന്നതുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഓക്കെ, അപ്പോളജി പറഞ്ഞല്ലോ, അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ആ പക്ഷേലാണ് കുറച്ച് പക്ഷിയുള്ള പറ. ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ലെന്ന് എൻ്റെ ആവശ്യമാണ്. ദാറ്റ് ഇസ് മൈ എം ഹിയർ. ഫ്യൂ ഡേയ്സ് അഗോ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറ്റ്സ് അബൌട്ട് ദി
എൻറ്റയർ നീറ്റ് ഇഷ്യൂ ദാറ്റ്സ് ഹാപ്പനിങ് അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പേളി പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ DM-ലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു. ഓക്കെ, എന്തെങ്കിലും പേളി ഇതിനെപ്പറ്റി പറയണമെന്ന് പറയുമ്പം എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? പക്ഷേ എൻ്റെ പൊന്നടാ, DM-ൽ എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിച്ചത്. എന്തെങ്കിലും പറയണമെന്ന് ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് വായി തോന്നിയത് പറഞ്ഞു. എന്തായാലും എന്തെങ്കിലും പറഞ്ഞത് ഇപ്പം എങ്ങനെ ഇരിക്കണമെന്ന് മനസ്സിലായില്ല. ഇത്രേ ഉള്ളൂ. പോയ ഫോളോവേഴ്സിനെ തിരിച്ചു പിടിക്കാനും ഇനി പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. എന്തായാലും മുട്ടുകുത്തിയല്ലോ. ഓക്കെ, മുട്ടുകുത്തി സോറി പറയുന്നത് കൊണ്ട് മാത്രം, പക്ഷെ അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുണ്ട്. സോ ഐ ടുക്ക് മൈ ടൈം. ഞാൻ കുറേ റീൽസും, നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽസുമാണ്, ഇൻസ്റ്റഗ്രാമിലെ റീൽസുകൾ ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു കാര്യം എഴുതി. എൻ്റെ ഒരു നോട്ട് പാഡിൽ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്ത സാധനം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഐ വോണ്ട് ടു റീഡ് ഇറ്റ്. നന്നായിട്ട് ശ്വാസം വലിച്ചു വിട്ടോ, കാരണം ഒരുപാട് വെള്ളം കുടിച്ചതല്ലേ, അപ്പോൾ ശ്വാസം വലിച്ച് വിടണം. ഓക്കെ ഓക്കെ ഓക്കെ, പറയൂ. ഞാൻ കുറച്ച് മലയാളത്തിലും കൂടി എൻ്റെ രീതിയിൽ ഞാൻ തർജ്ജമയും ചെയ്യുന്നതായിരിക്കും. The past few days have been very painful and they have forced all of us to pause and reflect. കുറച്ചു നാളായിട്ട് നമ്മളെല്ലാവരും വേദനയിലാണ് ബിക്കോസ് ഓഫ് ദ ന്യൂസ് വാട്ട്സ് ഹാപ്പനിങ്, ആൻഡ് അത് നമ്മളെ എല്ലാവരെയും ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് റിഫ്ലക്ട് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. We have witnessed the strength, unity and determination of the young people of our country. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രെങ്ത്, ശക്തി, യൂണിറ്റി, ഒരുമ, ആൻഡ് ദ ഡിറ്റർമിനേഷൻ, അതായത് ഇത് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഫ് ഹൂ? നമ്മുടെ യങ് ജനറേഷൻ, ദ യൂത്ത് ഓഫ് ആർ കൺട്രി. I saw heartbreaking images and videos. ഇതാണ് ഞാൻ കണ്ടത്. I saw heartbreaking images and videos of clashes in which students and officers were getting hurt. That changed something in me. ഞാൻ കാണുന്ന ഇമേജസിൽ സ്റ്റുഡൻസ്, പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഹേർട്ട് ആവുന്ന വീഡിയോസ് ആണ് ഞാൻ കണ്ടത്. ആൻഡ് ഇറ്റ് ചേഞ്ച്ഡ്. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. എന്താണ് ഞാൻ ചിന്തിച്ചത്? All I could think was, please don't get hurt. നിങ്ങൾ ആരും ഹേർട്ട് ആവല്ലേ. Stay safe. If your life is in danger, go back home. No cause is worth losing a life over. ഇതാണ് ഞാൻ ചിന്തിച്ചത്. ഓക്കെ, അയ്യോ എല്ലാവരും അടിപൊളിയാണ്, എല്ലാവരും വീട്ടിൽ പോക്കോ. പേളിക്ക് അത് മനസ്സിലാവത്തില്ല. നാളെ പേളിയുടെ മക്കൾക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ വിഷമം മനസ്സിലാവത്തുള്ളൂ. 20 കുട്ടികളോളം അവിടെ തീർന്നു. ഓക്കെ, പ്രൊട്ടസ്റ്റിന് മുന്നേ, അതായത് എക്സാമുമായി റിലേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി, റിസൾട്ട് വന്ന് പാസ്സായതിനു ശേഷം എക്സാമും അതും ഇതൊക്കെ എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ചോദ്യം പേപ്പർ ചോർന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കോ കളഞ്ഞിരുന്ന് പഠിച്ച 20 പിള്ളേർ തീർന്നു. ഓക്കെ, ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്താണ് പേളിക്ക് പറയാനുള്ളത്? ആ കുടുംബത്തിൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് പേളിക്ക് എന്താ പറയാനുള്ളത്? സ്വന്തം മക്കൾക്ക് ആ ഒരവസ്ഥ വന്നാൽ നമ്മൾ സമരം ചെയ്യാൻ ഇറങ്ങൂടെ? അവിടെ നമ്മൾ നമ്മുടെ ജീവനും ജീവിതവും ഒന്നും നോക്കത്തില്ല. സ്വന്തം വീട്ടിലുള്ള പിള്ളേർക്കാണ്, പേളിയുടെ മക്കൾക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ പേളി ഓക്കെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്കിനി വീട്ടിൽ പോയിരുന്ന് റെസ്റ്റ് എടുക്കാം, എല്ലാവരും ഗോ ബാക്ക് എന്ന് പറഞ്ഞ് പോവോ? ഇല്ല, പോകത്തില്ല. സ്വന്തം മക്കൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ പേളിയും ഇറങ്ങും സമരത്തിനായിട്ട്. അവിടെ ചിലപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും ആ അവസാന ജീവൻ വരെ അവിടെ നിൽക്കും, പ്രൊട്ടസ്റ്റ് ചെയ്യും. സ്വന്തം മക്കൾക്കാണ് സംഭവിച്ചെങ്കിൽ. ഇതിപ്പോൾ റീൽസ് കണ്ട കാര്യമല്ലേ, എന്തേലും ആവട്ടെ, ചുമ്മാ എന്തിനും അടിയും വഴക്കും, വീടുകളിൽ പോ എന്ന് പറയും. അതൊരു ടിപ്പിക്കൽ മലയാളിയുടെ ഒരു സ്വഭാവമാണ്. എല്ലാ മലയാളികളും അങ്ങനെ ആണെന്നല്ല, പേളിയെപ്പോലെ ഉള്ളവരങ്ങനെ ചിന്തിക്കും. ഓക്കെ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അത് തെറ്റാണ്. അതുകൊണ്ട് വന്നിരുന്ന് കരഞ്ഞ് മെഴുകിയിട്ടോ അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ഇറക്കിയിട്ടോ ഒരു കാര്യമില്ല, തെറ്റാണ്, ഭയങ്കര റോങ്ങാണ് ആ സാധനം. അവിടെ കിടന്ന് പിള്ളേർ അട്ടി വാങ്ങുന്നു. എത്ര എണ്ണം ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. ആ സിറ്റുവേഷനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കണ്ണ് നഷ്ടപ്പെട്ടവർ, അങ്ങനെ ഇങ്ങനെയൊക്കെ പല വീഡിയോസ്, അയ്യോ കാണാൻ പറ്റത്തില്ല വീഡിയോസ് ഇരുന്ന്. അപ്പോൾ നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടും നഷ്ടപ്പെട്ടു പോയ ജീവൻ നഷ്ടപ്പെട്ടു പോയ പിള്ളേരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അയ്യോ നമുക്കെന്തിനാ അടിയും വഴക്കും, നിങ്ങളെല്ലാവരും പിരിഞ്ഞ് വീട്ടിൽ പോ എന്ന് പറയുമ്പോൾ നിലവാരമില്ലാത്ത
തരം താഴ്ന്ന ലെവലിലെ പേളി എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പേളി ഇത്രയും ചിന്തിച്ചാൽ മതി. നിന്റെ മക്കൾക്കാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ നീ ഇറങ്ങത്തില്ലേ പ്രൊട്ടസ്റ്റിന്? നിന്റെ മക്കളാണ് ഇതുപോലെ കടുംകൈ ചെയ്തതെങ്കിൽ നീ ഇറങ്ങത്തില്ലേ പേളി പ്രൊട്ടസ്റ്റിന്? അത്രയും ചിന്തിച്ചാൽ നിനക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. ഓക്കെ, അതുകൊണ്ട് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവും കൊടിയും എവിടെ പറത്തണമെന്ന് ആദ്യം ചിന്തിക്കണം. സ്ഥലവും കാലവും നോക്കി വേണം കൊടി പറത്താൻ, വെള്ളക്കൊടി. അല്ലാതെ സമരം ചെയ്യേണ്ട സ്ഥലത്ത് സമരം ചെയ്യുക തന്നെ വേണം, കേട്ടാ? അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ. നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ചത്. ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾ എല്ലാരും വീട്ടിൽ പോകും എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആരുമല്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തില് അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ആരുമല്ല. ഐ എം എ നോബഡി. ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എഴുതി. ഓക്കെ, ഫീൽ ചെയ്ത കാര്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നാൽ മതി. പേളിയുടെ മക്കൾക്കാണ് ഇതുപോലെ സംഭവിച്ചതെങ്കിൽ പേളി പ്രൊട്ടസ്റ്റിന് ഇറങ്ങോ ഇല്ലേ? ഒറ്റ ചോദ്യം, അത് മാത്രമേ എനിക്കുള്ളൂ. അതോ ഇല്ല, എൻ്റെ മക്കൾ എന്തായാലും പോയി, ഇനി ഞാൻ ഇതിൻ്റെ പിന്നാലെ നടന്ന് എൻ്റെ ജീവനും കൂടി എന്തിനാ കളയുന്നത് എന്ന് ചിന്തിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പേളി ഒരു അമ്മയല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. ഓക്കെ, എവറി സ്റ്റുഡന്റ് ഇസ് സമൺസ് ചൈൽഡ്. ഓരോ സ്റ്റുഡന്റും ഒരാളുടെ കുഞ്ഞാണ്, ഒരാളുടെ ഡ്രീമാണ്. സംബഡീസ് ഡ്രീം, സമൺസ് എൻറ്റയർ വേൾഡ്, ഒരാളുടെ ലോകമാണ്. പീസ്, ലവ് ആൻഡ് മ്യൂസിക് ടു ഓൾ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന, എൻ്റെ കരിയറിന്റെ തുടക്കം തൊട്ട് ഞാൻ പറയുന്ന ഒരു വാചകമാണ്. ഈ ഒരു പോസ്റ്ററിന് ഞാൻ ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നടന്ന ചരിത്രം, അയ്യോ ഞാൻ ഇതുവരെ എണീറ്റിട്ടില്ല ആ സെറ്റപ്പില. ഓക്കെ, തെറ്റ് പറ്റി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, പക്ഷെ അവിടെ വീണ്ടും മെഴുകാൻ നിൽക്കരുത്, വീണ്ടും ന്യായീകരിക്കാൻ നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. അതിനുശേഷം ഇട്ട് കുറച്ച് നേരത്തേക്ക് ആക്ച്വലി എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ഇതിടുന്ന എനിക്ക് തോന്നുന്നു ഒരു 10 മണി ആ ടൈമിലൊക്കെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും അതിന്റെ നല്ല വശമാണ് കണ്ട്. പക്ഷെ ഒരു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കമന്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാൻ അത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിന്റെ കൂടെയാണ് ഞാൻ അത് പറയുന്നത്. ന്യായീകരിക്കല്ലേ പേളി, ന്യായീകരിക്കരുത്. ഓക്കെ, ഗോ ഹോം എന്ന് അവിടെ പറഞ്ഞ, ഓക്കെ വീട്ടിൽ പോയിരിക്കാനല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെ ആ ഒരു ഭംഗി വാക്ക് ഉപയോഗിച്ചതാണ്. പക്ഷെ സ്വന്തം മക്കൾക്കാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ പേളി വീട്ടിൽ പോയിരിക്കുമോ? എനിക്കത് മാത്രമേ ചോദിക്കാനുള്ളൂ. അങ്ങനെ വീട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ പിന്നെ നീ ഇതിൽ വന്നിരുന്ന് ഈ വർത്തമാനമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. വിട്ടുപോകും, നിന്നെ ആ കാൽക്കുലേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ന്യായീകരിക്കില്ലേ, പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് സോറി പറഞ്ഞിട്ട് പോവുക. പിന്നെ ജനങ്ങൾ നോക്കട്ടെ, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇറങ്ങിപ്പോയപ്പോൾ പേളിക്ക് ഇരിക്കപ്പുറത്തിയില്ല. നല്ല വിഷമം വരും, എനിക്കറിയാം നല്ല വിഷമം വരും. റീച്ച് എല്ലാം പോവും, ഏത് വീഡിയോ ഇട്ടാലും തെറിവിളി വരുന്ന അവസ്ഥയാവും. നല്ല വിഷമം വരും. കാരണം ഇനി സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. എത്ര നന്മ ചെയ്ത് ഇനി മുന്നോട്ട് വരാൻ പറ്റുമെന്ന് അറിയാത്ത അവസ്ഥയാവും. അതുകൊണ്ട് അവർ അപ്പോളജിയൊക്കെ പറഞ്ഞ് മെഴുകി വരുന്നതായിരിക്കും ബെറ്റർ എന്ന് പേളിക്ക് തന്നെ അറിയാം. ഒന്നുമില്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മളെയൊക്കെ കാലം മുന്നേ ഉപയോഗിക്കുന്നതല്ലേ. ഇവിടെ എങ്ങനെ നിലനിൽക്കണമെന്നും അത്യാവശ്യം പേളിക്ക് അറിയായിരിക്കും. പക്ഷെ ഇവിടെ കൈവത്തം പറ്റി. ഓക്കെ, നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറെ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറെ പേര് എടുത്തെഴുതാൻ തുടങ്ങി. ഇങ്ങനെ ഒരാള് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് കണ്ടു. എനിക്ക് ഭയങ്കര ഹേർട്ടായി, ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നുവെച്ചാൽ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ, അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്, പക്ഷെ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി.
അത് കണ്ടപ്പം. പിന്നെ നാട്ടുകാർ പിടിച്ചിന് ഉമ്മ വയ്ക്കും. പേളി ചേച്ചിയില്ലേ പറഞ്ഞ വീട്ടുകള. ഇതെല്ലാ തരത്തിലും ആൾക്കാർ സംസാരിക്കും. നീ പറഞ്ഞല്ലോ, നീ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്പം നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ നാട്ടുകാർ പലതും പറയും. ഓക്കെ, മെഴുകല്ലേ പേളി, മെഴുകരുത്. പറ്റി അത് പറഞ്ഞിട്ട് പോ. അല്ലാണ്ട് ഇരുന്ന് ഇനി ന്യായീകരിച്ച് മെഴുകാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. നിന്റെ ആ ഒരു ചാണകമയം നാട്ടുകാർക്ക് മനസ്സിലായി. സാഫ്രോണൊക്കെ എടുത്തിട്ട് കളിക്കുന്ന കളിയൊക്കെ കണ്ട് നാട്ടുകാർക്ക് മനസ്സിലായി ചാണകമയം. അതുകൊണ്ട് ഇനി കിടന്ന് മെഴുകാതെ. ഓക്കെ, നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ. അതാ ഇതിൻ്റെ താഴെ ഇനി പൂരത്തെറി വിളിയാണോ എന്നും എനിക്കറിയത്തില്ല. കമൻറ്റ് ബോക്സിലൊക്കെ വീണ്ടും മതി, മെഴുകണ്ട എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് സംസാരം. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. മെഴുകണ്ട, പറയാനുള്ള പറഞ്ഞിട്ട് പൊക്കോ, മതി. കുറേ നേരമായി ഇരുന്ന് മെഴുകണം. ഇത്രയും മോശമായിട്ട് ഞാൻ ഓണസ്റ്റ് ആയിട്ടും എൻ്റെ മനസ്സിൽ തട്ടി എഴുതിയ ഒരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ വിചാരിച്ചു ഓക്കെ, റിയാക്ട് ചെയ്യണ്ട വിട്ടുകളാ എന്ന് വിചാരിച്ചു. പക്ഷെ ഈ സാധനം തന്നെ എൻ്റെ കമന്റ്സിലും വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പാണ്, ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഞാൻ ഭയങ്കര ഹേർട്ടായി. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഓക്കെ, ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട്, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ അത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെ അല്ല എന്റെ പേരൻസ് എന്നെ വളർന്നു. ഇപ്പോഴാണ് ആ ബോധം വീഴുന്നത്. ഓക്കെ, ഇപ്പോഴെങ്കിലും ആ ബോധം വീഴുന്നല്ലോ. ഇത് മൊത്തത്തിൽ ഏറിപ്പോയി. ഇതിപ്പം പേളിക്ക് ഇതെല്ലാം സപ്പോർട്ടായിരുന്നു. പേളി പറഞ്ഞാൽ കറക്റ്റാണ്, 100% ശരിയാണെന്ന് പറഞ്ഞാൽ പേളി കാര്യത്തിൽ പറയാൻ വരും. ഇതിപ്പം മൊത്തത്തിൽ മൂഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇറങ്ങിപ്പോയി. അത് ചെറിയൊരു കാര്യമില്ല. ഇവിടെ 10, 50, 100 പോകുമ്പോൾ തന്നെ എന്നിരിക്കും. അപ്പോൾ ലക്ഷക്കണക്കിന് ഇറങ്ങി പോകുമ്പോൾ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പിന്നെ വേറെ നിൽക്കളിയില്ലാണ്ട് ഇതല്ലാണ്ട് വേറെ വഴിയേ ഇല്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞ് സകലമാന കാര്യങ്ങളിലും മാപ്പ്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. I didn't mean to say that and I'm sorry if I hurt you by saying that. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, എന്നെ കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു. എന്റെ പോസ്റ്റിൽ ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിനെടുത്ത് ക്യാൻവയിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ ഒരു റേഷ്യോന് വേണ്ടി ഒന്ന് അടിച്ചപ്പം കുറെ ഫോർമാറ്റിൽ അതിൽ ആദ്യം വന്നതിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുകയും വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാൻ അതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടാ അറിയാം എന്താണ്, ഏത് പാർട്ടീനെയാണ് കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, ഐ ലവ് സാഫ്രൻ ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. സത്യം പറയാലോ, ഞാൻ കേരളത്തിൽ ഇത്രയും വർഷമായി നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ വളരുന്നത്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയാണ് എൻ്റെ ഈ കരിയർ. നിങ്ങളുടെ മുൻപിലാണ് ഞാൻ ഈ മുഴുവൻ എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചൊക്കെ റീച്ചും കാശും വരുമ്പോൾ നമ്മളെന്തോ വലിയ സംഭവം എന്നുള്ള തോന്നലും നെകളിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തോന്നലൊക്കെ ഉള്ളവരൊന്ന് ചിന്തിക്കുക, ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഫോളോ ചെയ്തിട്ടുള്ള, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാർ വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ജനങ്ങളൊന്നടങ്കം നിങ്ങളെ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർ അത്രയും പേര് ഒരുമിച്ചൊരു തീരുമാനം എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. ഏത് പേളിയുമാണി, ഏത് അതുലും, ഏത് മറ്റവനായാലും, ഏത് മറിച്ചവനായാലും, കേട്ടാ. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി തീരുമാനം എടുക്കണം. ഇവനെ എല്ലാവരും അൺഫോളോ ചെയ്യാം, ഇവനെ ഇനി ഫോളോ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവർ ഒരു നിമിഷം തീരുമാനിച്ചാൽ തീർന്നു. അതുകൊണ്ട്
കുറച്ച് ഫോളോവേഴ്സും കുറച്ച് കാശും വരുമ്പോൾ നമ്മളാണ് ഈ ലോകം ഭരിക്കുന്ന നമ്മളെന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു തോന്നലുള്ളിൽ വന്നു കഴിഞ്ഞാൽ അപ്പിട്ടാ തീർന്ന്. പിന്നെ വേറെ മാറ്റമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പേളി മാണിയുടെ അഹങ്കാരം മൂക്കൂത്തനെ ഇടിച്ച് വീഴുന്നു. 4-5 ലക്ഷം ഫോളോവേഴ്സ് ഇറങ്ങിപ്പോയപ്പോൾ അതങ്ങ് നിന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. പിന്നെ നമ്മളെല്ലാം സ്പേസ് ചെയ്യുന്ന ഒന്നല്ലേ, നമ്മൾ ഹ്യൂമൻ തന്നെ കേട്ടെ. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷെ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. അതിപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ്. BJP-യിലായാലും കോൺഗ്രസ്സിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, അതില്ലെന്നല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട് സുഹൃത്തുക്കൾ. അതുകൊണ്ട് അത് വിട്ട് സംസാരിക്കും. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്, എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് ഐ വാണ്ടഡ് ടു ക്ലാരിഫൈ. പിന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഈ പോസ്റ്റ് സ്റ്റോറി ഇട്ട സമയത്ത് ഇദ്ദേഹം ഇത് വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ അച്ഛനെയാണ് ഞാൻ കുറ്റം പറയുന്നത്, അച്ഛനെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ is the one and only Sibi Maligal, the director, the iconic, the most loved, the most celebrated. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയാൽ സർ. ഞാനല്ല, നമ്മുടെ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയാൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. അത് അങ്ങനെ മാറ്റി. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അത് ന്യൂസ് ചാനൽസ് അത് ഇങ്ങനെ എടുത്ത് എഴുതാണ്, അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ 10 പേജ് എന്നെ കുറിച്ച് എഴുതിയ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ടത്. പക്ഷെ അതിൽ സിബി മലയാൽ സർ എങ്ങനെ വന്നു, ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവണം. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും അത് പ്രശ്നമാവും. ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ കൂടി ഇതിപ്പം സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സിബി മലയാൽ സാറിന് അങ്ങനെ പറയില്ല. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ സർ. സർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു സേ, ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ നിർത്താനൊന്നും പോകുന്നില്ല, അത് വിട്. അപ്പോൾ ലാസ്റ്റ് സിബി ചേട്ടനെ കുറെ പൊക്കി അടിച്ച് മാസാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, കിടന്ന് മെഴുകുന്നത് നല്ലതാണ്. കുറച്ചൊക്കെ മെഴുകണം, കാരണം കാണിച്ചു കൂട്ടിയത് അമ്മാതിരി ഊളത്തനമായിരുന്നു. അത് സ്വന്തം വീടുകളിലൊക്കെ ചില പ്രശ്നങ്ങൾ വന്നാൽ നമുക്കതിൻ്റെ ഒരു ആഘാതം മനസ്സിലാകത്തുള്ളൂ. ഞാൻ മിക്ക വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ മിക്കലും സംസാരിക്കുന്നത്. അതാണ് ചില സമയത്ത് എൻ്റെ ലാംഗ്വേജ് പോലും എൻ്റെ കൈവിട്ട് പോകുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും ഭാഷ, നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഭാഷകളൊക്കെ ഒന്ന് സെറ്റാക്കണം. പക്ഷെ ഞാനൊരു വിഷയം സംസാരിക്കുമ്പോൾ ഞാനായിപ്പോവും, എൻ്റെ വിഷയമായിപ്പോവും. അതാണ് എൻ്റെ ലാംഗ്വേജ് കസറിപ്പോകുന്നത്. ഓക്കെ, ഇനി വേറൊരു മൊട്ടം കോമഡി. ഇത്രയൊക്കെ കണ്ടല്ലോ, മൊട്ടം കോമഡി. നമ്മുടെ അഖിൽ മാരാർ ജി ടണ്ടി വിട്ടിരിക്കുകയാണ്, പേച്ചാപ്പയൊക്കെ വിട്ടിരിക്കുകയാണ്. ഇനി AJP എന്ന് പറയുന്ന അഖിൽ മാരാർ ജനതാ പാർട്ടി തുടങ്ങാനുള്ള തത്രപ്പാടിലാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കാണാം. അതുപോലെ ഡോക്ടർ റോബിൻ PSC ട്രിവാൻഡ്രത്ത് അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരത്തിലൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. സത്യം പറയല്ലോ റോബിൻ അണ്ണ, നിങ്ങളൊരു സംഭവം തന്നെ, ഒരു അവതാരം തന്നെ, അവതാരപ്പിറവിയുടെ മൂത്ര ഭാവമാണ് നിങ്ങൾ. എവിടെ പോയി റീച്ച് ഉണ്ടാക്കാൻ പറ്റും അവിടെ എല്ലാം എത്തും. അണ്ണ കുഴപ്പമില്ല അണ്ണ, എന്തൊക്കെ പറഞ്ഞാലും അണ്ണൻ ചവിട്ടിയിരിക്കുന്നത് ഏതില്ല അല്ലേ? അതുകൊണ്ട് ആ മൈൻഡിലെ നാട്ടുകാർ കാണത്തുള്ളൂ. പോട്ടെണ്ണ, എവിടെ പരിപാടി അത് അവതരിപ്പിച്ചാലും. അപ്പൊ മാരാർജിയിലോട്ട് പോവാം. അഖിൽ മാരാർ 2020 വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും സഹകരിച്ചു പോകാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞാണ് അഖിൽ മാരാർ പാർട്ടി വിടുന്നത്. ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. ഇവൻ എന്തായാലും നിന്ന് ഇലക്ഷൻ നിന്ന് 18 അല്ല 408 നിലയിൽ പൊട്ടി. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പാർട്ടിക്കാർക്കാണോ കുഴപ്പം, അതാണ് ഞാൻ പൊട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് പാർട്ടി ചാടാനുള്ള പരിപാടിയാണെന്ന് ഞാൻ നേരത്തെ എഴുതി വെച്ചത്. എന്തായാലും പറ. ജേക്കബിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ അഖിൽ ഉന്നയിക്കുന്നു. ഈ സ്വതന്ത്രനായി മത്സരിക്കാൻ ഞാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ മത്സരിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് 2020 ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരക്കര സീറ്റ്
അപ്പൊ ഇത് PG കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൊട്ടാരക്കരയിൽ 40,000-ഓളം വോട്ട് യഥാർത്ഥത്തിൽ BJPക്ക് 2 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കിട്ടിയതാണ്. പക്ഷെ നിയമസഭയിൽ അവർക്കത് നിലനിർത്താൻ കഴിയാതെ പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അവിടെ വളരെ വ്യക്തമായ ബന്ധം ഒരേ സമയം തന്നെ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും വ്യക്തിഗതമായിട്ടുള്ള ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ ഞാൻ മനസ്സിൽ കണ്ടത് BJP വോട്ട് കൂടാതെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പിടിക്കാൻ കഴിയാവുന്ന വോട്ടുകൾ കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് പ്രാദേശികമായിട്ട് പല പ്രദേശങ്ങളിൽ നടക്കുന്ന കോൺഗ്രസിന്റെ വിള്ളലുകളിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന വോട്ടുകൾ. അപ്പൊ അതിനൊരു വലിയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അടർത്തി എടുക്കാൻ പോയതാണ്. ഇങ്ങനെ അടർത്തി ഇല വലിച്ചു വീഴൂല, അതുപോലെ അടർത്തി എടുക്കാൻ പോയതാണ്. ാണ് ഞാൻ 2020 പോകാൻ വേണ്ടി ഇവരോട് പറയുന്നത്. അതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത തീരുമാനത്തിൽ ഏറ്റവും പാളിപ്പോയൊരു തീരുമാനമായി പിന്നീട് മാറുന്നത്. എന്റെ കുഴപ്പം കൊണ്ടായിരുന്നില്ല, സാബു ജേക്കബ് എന്നെ ചതിച്ചതുകൊണ്ടാണ്. ജീവിതത്തിലെടുത്ത തീരുമാനം പാളിപ്പോയത്. നിന്റെ പല തീരുമാനങ്ങളും പാളിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ ഒരെണ്ണം അത്രേ ഉള്ളൂ. എന്തായാലും അണ്ണനെ അവിടെ നിന്ന് ഈ നാട്ടുകാരെ തള്ളക്കുള്ളിയെ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി അണ്ണൻ ആ പാർട്ടിയും വിടവാങ്ങുകയാണ്. സുഹൃത്തുക്കളെ, അടുത്ത പാർട്ടിയിലോട്ട് പോവാം. AJP, അഖിൽ മാരാർ ജനതാ പാർട്ടി. എനിക്ക് കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ വെച്ച് ഉറപ്പ് മേടിച്ച സാബു ജേക്കബ് പിന്നീട് രശ്മി വരുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ പല പ്രാവശ്യം സാബു ജേക്കബുമായിട്ട് ബന്ധപ്പെട്ടു. ഇത് കൺഫർമേഷൻ ആണോ? അപ്പോഴും പുള്ളി റിപ്പീറ്റ്, ഞാൻ ഇതെല്ലാം വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് വേണേ കാണിച്ചു തരാം. ഒരേ സമയം നോട്ടിന് കൊട്ടാരക്കര നിങ്ങൾ അവിടെ വർക്ക് ചെയ്തോളൂ, അവിടെ ക്യാമ്പയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നീട് കൊട്ടാരക്കരയിലേക്ക് രശ്മി വരുന്നു. രശ്മി വന്നതിന് ശേഷം ഞാൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് നേരിട്ട് കൊച്ചിയിൽ വെച്ച് സംസാരിക്കുന്നു. വേണ്ട അണ്ണന്റെ തള്ളയൊക്കെ എനിക്ക് ഒരു താല്പര്യമില്ല. ഇങ്ങനെ ഒരു വന്ത് വേറെ ഈ സമൂഹത്തിലില്ല. അപ്പോൾ പേളിമാണി വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോറി, ഓക്കെ, ആയിക്കോട്ടെ, അത് പറയണം, അത് നീ പറയേണ്ടത് തന്നെയാണ്. ഓക്കെ, പക്ഷേ എനിക്ക് ആ ഒരു പഴയ ഒരു എന്തു പറയാൻ ഒരു സാധനം അങ്ങ് പോയി. ഈ ഒരു മൂടായി. ഇപ്പോൾ നമ്മളെല്ലാവരും തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇതൊരുമാതിരി മറ്റേടുത്ത തെറ്റായിപ്പോയി. കാരണം സമരത്തിൻ്റെ കേസ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സിലായി? നമുക്കൊരു ഇത് തോന്നത്തില്ലേ? ആ സാധനം എവിടെയോ നഷ്ടപ്പെട്ട ഫീലാണ് എനിക്ക് പേളിയുടെ കേസിൽ ഉള്ളത്. ഓക്കെ, എന്തായാലും പേളിമാണി മാപ്പ് പറഞ്ഞു. മെഴുകിയതിൻ്റെ റീസൺ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താറുണ്ട്. പുതിയൊരു വീഡിയോ ആണ്.